ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു വരുമാനമൊന്നുമില്ലാതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഒരു ഡെയിലി എന്തെങ്കിലും ഒരു ചെറിയ ഒരു തുച്ഛമായ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് നല്ലത് പറഞ്ഞാൽ നമ്മളെ കോഴികൾ തന്നെ കേട്ടോ. കോഴികളെ വളർത്തുന്നതിലൂടെ നമുക്ക് ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരു കോഴി പോലും വീട്ടിലില്ലാത്ത ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാക്കുന്ന എനിക്ക് ഒരുപാട് കോഴികളുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് ഞാൻ വാങ്ങിയത് നമ്മളെ കളർ കോഴി കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അവർ വലുതായി നമ്മൾ അവരെ കടകളിൽ കൊടുത്തായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തായിരുന്നു ഫസ്റ്റ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. എന്തുകൊണ്ട് നമുക്ക് കോഴികളെ വളർത്തി അല്ലെങ്കിൽ കോഴികളെ ഈ പൂവനാണെങ്കിൽ നമുക്ക് കടയിലൊക്കെ കൊടുത്താൽ നല്ല വരുമാനം ഉണ്ടാവും. പിന്നെ കോഴിമുട്ട നല്ലൊരു വരുമാനം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാടൻ കോഴിമുട്ടയ്ക്കൊക്കെ അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ളതാണ്. എന്താ വെച്ചാൽ മരുന്നുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാടൻ കോഴിമുട്ട തന്നെയായിരിക്കും നമുക്ക് വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 10 രൂപ തോതിലൊക്കെ നമുക്ക് നാടൻ കോഴിമുട്ട വിൽക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഇവിടെ കോഴിമുട്ട നമുക്ക് ആവശ്യത്തിന് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കോഴികളൊക്കെ പൊരുത്തുണ്ടെങ്കിൽ പൊരുത്തും, അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് എടുത്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വീടിന് ചുറ്റുവട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കോഴി ഉള്ളെങ്കിലും നമുക്ക് നമ്മളെ ആവശ്യത്തിന് കുറച്ച് കോഴിമുട്ടെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു 10 രൂപയെങ്കിലും ഡെയിലി കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലാഭം തന്നെയാണ്. അപ്പോൾ ഡെയിലി നമുക്ക് 4-5 മുട്ട കിട്ടിയാലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളെ നാടൻ കോഴികളാകുമ്പോൾ എന്താ പറയുക, നമുക്ക് അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അവർക്കുള്ള കറക്റ്റുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ തന്നെ മതിയാവും. അവർക്കുള്ള എന്തെങ്കിലും സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാങ്ങിക്കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പപ്പായയുടെ ഇലയൊക്കെ നമ്മളെ തീറ്റയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നാടൻ കോഴികളാകുമ്പോൾ വലിയ പ്രശ്നമില്ല, അയച്ചിട്ട് വളർത്തുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിറക്കുകയും ചെയ്യാം. അതേപോലെ നമുക്ക് കോഴിമുട്ടയൊക്കെ നമുക്ക് വേറെ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു മാസം പ്രായമുള്ളവർക്കൊക്കെ ഒരു പൈസയ്ക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കോഴികൾക്ക് വേണ്ടത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നൊന്നുമില്ല. നമ്മൾ കോഴി വളർത്തുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മളെല്ലാ കോഴികളൊന്നും വളർത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മളെ കോഴിനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്നാൽ തന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്നും നടക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. നമ്മളെ കോഴി വളർത്തലിലൂടെ നമുക്ക് ചെറിയ തോതിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെ മുട്ടക്കോഴികളൊക്കെ വളർത്തുക അതൊക്കെ നല്ലതാണ്. പക്ഷെ അവർക്ക് ഡെയിലി കഴിക്കാനുള്ള തീറ്റയും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നാടൻ കോഴി ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരില്ല. നമ്മൾ അയച്ചിട്ട് വളർത്തുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വരില്ല. അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ചിക്കി പനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ നമ്മളത് തീറ്റ നമ്മൾ കാണണം. അവർക്ക് എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് കാണണം. പിന്നെ ഇവർക്ക് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തീറ്റയൊക്കെ വാങ്ങിക്കൊടുത്താലും കുഴപ്പമില്ല, അവർ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും. പിന്നെ രാവിലെ വൈകുന്നേരമാണ് നമ്മളിവിടെ അധികം ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. കൂട്ടുന്ന ഇറക്കി വിടുന്ന സമയത്തും കൂട്ടിൽ കയറുന്ന സമയത്താണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞിനെ വാങ്ങിയതായിരുന്നു. ഇത് നമ്മളെ ഗിരിരാജയിൽപ്പെട്ട കോഴിയാട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കോഴിക്കുഞ്ഞിനെ വാങ്ങുകയാണെങ്കിൽ കോഴിമുട്ട ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഗിരിരാജ കോഴിനൊക്കെ വളർത്തുകയാണ് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ മുട്ട ആവശ്യങ്ങൾക്കാണെങ്കിൽ. പിന്നെ നമ്മൾ നാടൻ കോഴിക്കാണെങ്കിൽ നാടൻ കോഴിമുട്ട ഉണ്ടോയെന്ന് ചോദിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു മുട്ടയിൽ ഒരു ചെറിയൊരു ലാഭം ഉണ്ടാക്കാം. നമുക്ക് സാധാ ഒരു കോഴിമുട്ടയ്ക്ക് അത്ര കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ നാടൻ കോഴിമുട്ടയാണെങ്കിൽ കുറച്ചും കൂടി ഡിമാൻഡുള്ളൊരു സാധനമാണ്. പിന്നെ നാടൻ കോഴി പൊതുവേ ഇപ്പോൾ നമ്മളെ നാടുകളിൽ ഇപ്പോൾ കണ്ടുവരാറില്ല. ഇപ്പോൾ പല ഇനം കോഴികളാണ്. നാടൻ കോഴി വളർത്തി മുട്ടയിട്ട് പൊരുത്തി അട വെച്ച് വിരിയിപ്പിച്ച്, അപ്പോൾ അതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള കോഴികളൊക്കെ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, മുട്ട വെച്ച് വിരിയിപ്പിക്കാനൊക്കെ നല്ലൊരു ഇതാണ് നമ്മൾ നാടൻ കോഴികൾ.
നമ്മളെ കോഴിനെ തീരെ വളർത്താത്തവരാണെങ്കിൽ തുടക്കക്കാർക്കൊക്കെ നമ്മൾ ഒരു വീട്ടിലൊരു 4-5 പിടക്കോയും ഒരു പൂവനും എന്ന തോതിൽ മതി. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന മുട്ടയൊക്കെ നമ്മളിങ്ങനെ അടയൊക്കെ വെച്ച് വിരിയിപ്പിച്ച് എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളങ്ങനെ ചെയ്താലും മതി. പിന്നെ നമുക്ക് അത് പിന്നെ കുറച്ചും കൂടി ആയി അങ്ങനെ നമ്മളെ കുറച്ച് കോഴികളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു കുറച്ച് മുട്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തോതിലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.